മേക്ക് മൈ റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നൊരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും ചിക്കനിൽ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ്റെ റോസ്റ്റ് ഉണ്ടല്ലോ, അതായത് സവാളയും തക്കാളിയൊക്കെ വഴറ്റി അതിലേക്ക് നമ്മൾ ചിക്കനും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പയ്യെ അത് റോസ്റ്റ് ചെയ്തെടുക്കാറുണ്ട്. അത് നമ്മൾ റോസ്റ്റായിട്ട് ഉപയോഗിക്കും, അതുപോലെ തന്നെ കറിയായിട്ടും ഒക്കെ നമ്മൾ എടുക്കാറുണ്ട്. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ സവാളയൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് അടിപൊളിയായിട്ട് നാടൻ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയിടുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 2.5 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ കോക്കനട്ട് ഓയിൽ തന്നെ ഇതിന് യൂസ് ചെയ്യാൻ നോക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തി അത് ചേർത്ത് കൊടുക്കുക. പയ്യെ ആ പച്ചമുളകും അതുപോലെ കറിവേപ്പിലയൊക്കെ എണ്ണയിൽ കിടന്ന് പയ്യെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 2.5 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 6 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പയ്യെ അതൊന്ന് അരിഞ്ഞിട്ട് ആ എണ്ണയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട. പയ്യെ ആ എണ്ണയിൽ കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം കൂടെ അരച്ച് പേസ്റ്റാക്കി എടുക്കാനുള്ളതാണ്. ഇതിപ്പോൾ പയ്യെ എണ്ണയിൽ കിടന്നത് നന്നായിട്ട് ആവശ്യത്തിന് ഇത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു 1.5 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും കറികൾക്ക് മഞ്ഞൾപ്പൊടി ഞാനൊരല്പം ചേർത്ത് കൊടുക്കാറുണ്ട്. കാരണം മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമുക്ക് ആരോഗ്യത്തിനൊക്കെ ആണെങ്കിലും ഒരുപാട് നല്ലതാണല്ലോ. ഇനി നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് അത് നന്നായിട്ട് അത് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കിട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതൊരു മീഡിയം സൈസാക്കി കട്ട് ചെയ്തേക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത് ആ മസാലയൊക്കെ നന്നായിട്ട് അത് ബൈൻഡ് ആകാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു നാരങ്ങയുടെ പകുതി എടുത്ത് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. നാരങ്ങാനീര് നമ്മൾ ചേർക്കുന്നത് അത് ആ മസാലയൊക്കെ നന്നായിട്ട് അത് ചിക്കനിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഗരം മസാലയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ മസാലയും ഈ ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് ഇത് യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കണം. എപ്പോഴും കൈകൊണ്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു പാനിൽ എണ്ണ ഒഴിച്ച് നമുക്ക് ഈ ചിക്കൻ്റെ പീസസ് ഒന്ന് ജസ്റ്റ് അത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഇത് ശ്രദ്ധിക്കണം, ഒരുപാടങ്ങ് ഫ്രൈ ആയി പോകരുത്. കാരണം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് ചിക്കൻ അങ്ങ് ഒത്തിരി ഹാർഡായി പോകും. അപ്പോൾ നമുക്കിത് കഴിക്കാനായിട്ട് ഒരു രസം ഉണ്ടാകത്തില്ല. അപ്പോൾ ചിക്കൻ എപ്പോഴും നല്ല സോഫ്റ്റായിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കത് ജസ്റ്റ് അതൊന്ന് 2 സൈഡും ഒന്ന് കളർ ചേഞ്ച് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇത് 2 ബാച്ചായിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. ഒരുപാട് അങ്ങ് ക്രൗഡായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കനിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി അത് പെട്ടെന്ന് അത് മുരിഞ്ഞ് കിട്ടത്തില്ല. ഇത് ഫസ്റ്റ് ബാച്ച് ഏകദേശം അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുകയാണ്. ഞാനപ്പോൾ സെക്കൻഡ് ബാച്ച് അവിടെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് അതിന് വേണ്ട അരപ്പ് റെഡിയാക്കണം. അതിന് 1 കപ്പ് തേങ്ങയും 6 വെളുത്തുള്ളി 2 ചുമന്നുള്ളി അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂണോളം കശ്മീരി റെഡ് ചില്ലി പൗഡറും. എപ്പോഴും കശ്മീരി റെഡ് ചില്ലി പൗഡർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമാണ് നമുക്കത് നല്ലൊരു കളറ് കിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം ഒരു 3/4 ടീസ്പൂണോളം പെരിഞ്ചീരകം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്ത്
ഇത് നന്നായിട്ട് ക്രഷ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്ത് പെരിഞ്ചീരകം പയ്യെ അതൊന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ അരപ്പ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് വെളിച്ചെണ്ണയിൽ കിടന്ന് ഇത് നന്നായിട്ടത് മുരിഞ്ഞ് വരണം. അപ്പോൾ അത് വെളിച്ചെണ്ണയിൽ കിടന്നത് മുരിഞ്ഞ് വരുന്ന സമയത്ത് നല്ലൊരു മണമാണ് അതിനകത്ത് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ നമുക്ക് ആവശ്യാനുസരണം അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു തേങ്ങയൊക്കെ നന്നായിട്ട് അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ പീസസ് നമുക്കിതിലേക്ക് ചേർത്ത് ഈ ഒരു അരപ്പുമായിട്ട് നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റോളം ഇത് മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കണം. എന്നാൽ മാത്രമാണ് ആ അരപ്പും ചിക്കനുമൊക്കെ നന്നായിട്ട് അത് യോജിച്ച് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നത്. എന്നിട്ടിപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ചോറിൻ്റെ കൂടെയും അതുപോലെ കൂടെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു.